നമ്മളുടെ എല്ലാം ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് നമ്മുടെ ഗീതുവും ഗോവിന്ദും ഒരുമിക്കണം എന്നുള്ളത്. അവർ തമ്മിൽ വളരെ സ്നേഹമായിട്ട് കഴിയുന്ന, അവർ തമ്മിലുള്ള നല്ല 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 മുഹൂർത്തങ്ങൾ, പ്രണയാർദ്രമായ നിമിഷങ്ങൾ, അതൊക്കെ കാണാനായിട്ട് നമ്മൾ എല്ലാവരും കൊതിയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാവരും അല്ല, ഗീതാ ഗോവിന്ദം സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്താ, അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദനും തമ്മിൽ മാനസികമായിട്ട് അടുക്കുകയാണ്. മാനസികമായിട്ട് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും അവർ ഒന്നിക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കട്ടെ. അപ്പോൾ ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് മുമ്പ് പെട്ടെന്നൊരു കാര്യം മറന്നുപോയി. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരികയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. പിന്നീട് പറയാമെന്ന് വിചാരിച്ചാൽ ഞാൻ മറന്നുപോകും. ഒടുക്കത്ത മറവിയാണ്, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരും മറക്കണ്ട, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ പറയാം, ഗീതുവിൻ്റെ ഗോവിന്ദിൻ്റെ കാര്യത്തിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ അങ്ങനെ പ്രൊമോ വീഡിയോ വന്നിരിക്കുകയാണ്. പ്രൊമോ വീഡിയോ എന്ന് വെച്ചാൽ നല്ല അടിപൊളി പ്രൊമോ വീഡിയോ ആണ്. നമ്മുടെ നമ്മുടെ ധ്യാനയും കൊണ്ട് നമ്മുടെ ഗീതുവും ഗോവിന്ദും അതുപോലെ തന്നെ നമ്മുടെ രഞ്ജുവും കൂടി വന്നിരിക്കുകയാണ്. ഒരു റിസോർട്ടിൽ, ഗോവിന്ദിൻ്റെ റിസോർട്ടിൽ അവരെ കൊണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ധ്യാൻ നമ്മുടെ ഗോവിന്ദിനോട് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ്. ധ്യാൻ പറയുകയാണ്, ഗോവിന്ദേട്ടാ, ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ ഭാഗ്യമാണ് ഗീതു എന്ന് പറയുന്ന ഭാര്യ, നിങ്ങളുടെ ഭാഗ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ഗീതുവിനോടാണ്. കാരണം ഞാനും രഞ്ജുവും കൂടി ഒരുമിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത് അവരാണ്. അവരില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഞാൻ രഞ്ജുവിൻ്റെ മനസ്സ് അറിയാതെ പോകുമായിരുന്നു. അങ്ങനെയെങ്കിൽ അതൊരു വലിയ ശാപമായിട്ട് തന്നെ എൻ്റെ തലയ്ക്കൽ വന്ന് നിന്നേനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് നമ്മുടെ ധ്യാന്. ഇത് നമ്മുടെ ഗോവിന്ദ് വിചാരിക്കുകയാണ്, ഇതെന്താ ഇയാൾ പറഞ്ഞു വരുന്നത്? ഗോവിന്ദിന് ശരിക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ശരിക്കും ഗോവിന്ദ് കരുതി വെച്ചിരിക്കുന്നത് വിജയലക്ഷ്മിയാണ് നമ്മുടെ ധ്യാനെ വരുത്തിയതെന്നാണ്. ആ ഒരു ധാരണയിലാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ധ്യാൻ പറഞ്ഞു കൊടുക്കുന്നത്, എന്നെ ഇവിടേക്ക് വരുത്തിയത് മറ്റാരുമല്ല, ഗീതാഞ്ജലിയാണ്. ഗീതാഞ്ജലിയുടെ നിരന്തരമുള്ള ഫോൺ കോളിലും സംസാരത്തിലുമാണ് ശരിക്കും എനിക്ക് രഞ്ജുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവൾ ഇപ്പോഴും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുന്ന ഗോവിന്ദ അന്തം വിട്ടു പോവുകയാണ്. ഇതെപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നറിയാതെ പുള്ളിക്കാരൻ ആകെ ഇങ്ങനെ കൺഫ്യൂഷൻ ആവുകയാണ്. അപ്പോൾ ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത്തിരിയുള്ള ഈ ഒരു പെണ്ണ് എന്തൊക്കെ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നിങ്ങനെ ഗോവിന്ദ് ചിന്തിക്കുകയാണ്. അങ്ങനെ ഗോവിന്ദിൻ്റെ മനസ്സിൽ അറിയാതെ ഗീതുവിനോട്, ശരിക്കും പറയുകയാണെങ്കിൽ നേരത്തെ ഗീതുവിനോട് ഇഷ്ടമുണ്ട്, പക്ഷേ എന്നാലും ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പ്രണയം ഇങ്ങനെ പൂവിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഗോവിന്ദൻ്റെ മനസ്സിൽ ഇതൊക്കെ ഇനി എന്താ, മനസ്സിലുള്ള പ്രണയം എങ്ങനെ ഗീതുവിനോട് പറയണം എന്നുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിലാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഗീതുവുമായിട്ട് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ട് പുള്ളിക്കാരൻ ഒരുപാട് നന്ദിയൊക്കെ അറിയിക്കുകയാണ് ഗീതുവിനോട്. അതിനുശേഷം ഗീതുവിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗീതു ആഗ്രഹിക്കുകയാണ്, കണ്ണേട്ടൻ എന്നോടിപ്പോൾ പ്രണയം ഒന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ, കണ്ണേട്ടൻ എന്നോട് ഇഷ്ടമാണെന്ന് ഒന്ന് പറഞ്ഞുകൂടെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അപ്പോൾ അതേസമയം ഗോവിന്ദ് മനസ്സിൽ കരുതുകയാണ്, ഇവളോട് ഞാൻ എങ്ങനെ അതൊന്ന് തുറന്ന് പറയുക? ഒരു പക്ഷേ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അവളുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് അവൾ പറഞ്ഞാലോ? അതിന് പുള്ളിക്കാരൻ അങ്ങനെ കരുതാനുള്ള കാരണമുണ്ട്. നേരത്തെ നമ്മുടെ ഗീതു പറയുന്നൊരു ഡയലോഗാണ്, എൻ്റെ മനസ്സിൽ കണ്ണേട്ടന് ദൈവത്തിൻ്റെ സ്ഥാനമാണ്, എൻ്റെ ദൈവമാണ് കണ്ണേട്ടൻ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗീതു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോവിന്ദിന് അത് തുറന്നു പറയാനുള്ള ഒരു മടിയുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, പുള്ളിക്കാരനും ഗീതുവും കൂടി തമ്മിലുള്ള ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു അന്തരം ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഗോവിന്ദിൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ കൊണ്ട് ഗോവിന്ദിന് ഈ കാര്യം നമ്മുടെ ഗീതുവിനോട് തുറന്നു പറയാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ പുള്ളിക്കാരൻ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, എങ്ങനെ ഇപ്പോൾ ഈ മനസ്സിലിരിപ്പ് ഒന്ന് പറയുക അവളോട്. അതേസമയം ഗീതു മനസ്സിൽ വിചാരിക്കണം, കണ്ണേട്ട് ഇതൊന്നും എന്നോട് തുറന്ന് പറഞ്ഞാൽ എന്താ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ ഗോവിന്ദ് എന്തായാലും അവൾ തന്നെ എന്നോടിത് ആദ്യം പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഗോവിന്ദ് ഇരിക്കുകയാണ്. അങ്ങനെ
അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രൊമോ വീഡിയോയിൽ കാണിച്ച സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് പ്രൊമോ വീഡിയോയിൽ കാണിച്ചത്. എന്നാലും ഞാനിത് കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രൊമോ വീഡിയോയിൽ കാണിച്ചതും ഇത് തന്നെയാണ്. ധ്യാൻ ഗോവിന്ദിനെ കാണുന്നു, ഈ സംഭവങ്ങളൊക്കെ പറയുന്നു, എല്ലാം ഗീതുവാണ് ഇതിന് എല്ലാം റെഡിയാക്കി തന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ ഗോവിന്ദിന് നമ്മുടെ ഗീതുവിനോട് നല്ല മതിപ്പ് തോന്നുകയാണ്. അതിനുശേഷം ഗോവിന്ദ് ഗീതുവിൻ്റെ കൈ പിടിച്ചിങ്ങനെ വച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ താങ്ക്സ് ഒക്കെ പറയുകയാണ്. ഗീതു അപ്പോൾ മനസ്സിൽ കരുതുകയാണ്, കണ്ണൻ എന്നോട് ഇഷ്ടം തുറന്ന് പറഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരത്തി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ വീഡിയോ കാണിച്ചത്. ഈ പ്രൊമോ വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താ ഇനി നാളെ തൊട്ടുള്ള എപ്പിസോഡിൽ അവർ തമ്മിലുള്ള വളരെ നല്ല നല്ല മുഹൂർത്തങ്ങളായിരിക്കും ഉണ്ടാവുക. അത് കാണാനായിട്ട് നിങ്ങളെല്ലാവരും റെഡി ആയിട്ടിരിക്കണം. അത് പറയാനായിട്ടും റെഡിയായിട്ട് ഞാനും ഉണ്ടാവും. ഗീതാ ഗോവിന്ദം സീരിയൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് റിവ്യൂ ചെയ്യുന്നതോടുകൂടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം ഞാനിടുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി ഒന്നും ഇടാറില്ല. ഞാനിടുന്നത് മൗനരാഗവും അതുപോലെ തന്നെ ചെമ്പനീർ പൂവ്, അതുപോലെ നമ്മുടെ ഗീതാ ഗോവിന്ദം, അങ്ങനെ ഒരു പത്തരമാറ്റ്, അങ്ങനെ ഇത്രയും സീരിയലുകൾ മാത്രമാണ് ഞാൻ ഇടുന്നത്. ഈ 4 സീരിയലുകൾ മാത്രമാണ് ഞാൻ ഇടുന്നത്. ഇതിൻ്റെ പ്രൊമോ വീഡിയോകളും ഇടാറുണ്ട്. അപ്പോൾ ഈ സീരിയലുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് പോരാം. അപ്പോൾ ഇനി കൂടുതലായിട്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സീരിയൽ വേണമെന്ന് പറയുകയാണെങ്കിൽ ഇടാൻ തൽക്കാലം നിവൃത്തിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാ സീരിയലുകളൊന്നും ഞാൻ കുത്തിയിരുന്ന് കാണുന്ന ഒരാളല്ല. കാണുന്നത് ഈ സീരിയലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ റിവ്യൂ ചെയ്യുന്നതിൻ്റെ കാരണവും സമയക്കുറവാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. നാളെ എല്ലാവരും അടിപൊളി ഗീതാ ഗോവിന്ദത്തിൻ്റെയും അതുപോലെ മറ്റുള്ള എല്ലാ സീരിയലുകളുടെയും എപ്പിസോഡിൻ്റെ റിവ്യൂ കാണാനായിട്ട് കാത്തിരിക്കുക. ഗീതാ ഗോവിന്ദമാണ് എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഫാൻസ് അത്രയും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റേത് തന്നെയാണ്. അതെനിക്ക് വീഡിയോ ഇടുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഫാൻസുകളെല്ലാം ഗീതാ ഗോവിന്ദം ഫാൻസുകളെല്ലാം റെഡി ആയിട്ടിരുന്നോ. അപ്പോൾ നാളെ തന്നെ ഞാൻ ഗീതാ ഗോവിന്ദത്തിൻ്റെ റിവ്യൂമായിട്ട് വരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും പറയുകയാണ്, ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നേ. പിന്നീടാകുമ്പോൾ നിങ്ങളും മറക്കും, ഞാനും മറക്കും. സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുന്നത് മാനസികമായിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണല്ലോ നമ്മുടെ ചാനൽ മറ്റുള്ളവർ കാണാനായിട്ട് മറ്റുള്ളവർക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. പിന്നെ അത് മാത്രമല്ല പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ അത് മാത്രമല്ല ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ. അതുപോലെ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. കാരണം എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ലല്ലോ. കുറേ പേർക്ക് ഇഷ്ടമാവും, കുറേ പേർക്കും ഇഷ്ടമാവില്ല. അമ്മയെ തല്ലിയാലും രണ്ടെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഇഷ്ടമുള്ളവരായാലും ഇഷ്ടമില്ലാത്തവരായാലും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടെന്ന് പറഞ്ഞാൽ നാളെ തന്നെ ഞാൻ വരും. ഒരുപാട് എപ്പിസോഡുകളുടെ റിവ്യൂമായിട്ട് നാളെ തന്നെ വരും. പ്രൊമോ വീഡിയോകളായിട്ട് വരും. അതുവരെ എല്ലാവർക്കും ബൈ.